ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതൊരു 3 മീറ്റർ ഫാബ്രിക്കാണ് വാങ്ങിയിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇതിൽ ലേസൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റഡ് വരുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ. ആദ്യം നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനുള്ളതെടുത്ത് മാറ്റാം. എന്നിട്ട് ഞാൻ ബാക്ക് പാർട്ടിൽ മെഷർമെൻറ്റൊക്കെ ഒന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. അത് ലൈനായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇത് അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. നമുക്ക് വേഗം വലിയ പെർഫെക്ഷണലായിട്ട് അറിയണം എന്നൊന്നുമില്ല. അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിഞ്ഞാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാണ്. ഇതിനെനിക്കൊരു 100 സംതിങ് ആണ് പെർ മീറ്റർ ആയിട്ടുള്ളത്. 3 മീറ്റേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈനിങ്ങും 3 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് കൊണ്ട് ഞാൻ മൂക്ക് ഒരു ചെറിയ ടോപ്പും കൂടി തയ്ക്കുന്നുണ്ട്. അതാണ്. അത് കഴിഞ്ഞിട്ട് കൈയുടെ സ്ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. സ്ലീവ് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ കൈയുടെ പാട്ടും കട്ട് ചെയ്ത് മാറ്റാണ്. ഞാൻ സ്റ്റിച്ചിങ് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം മോഡൽസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. നമുക്ക് സ്റ്റിച്ചിങ്ങിനോടൊരു ഇൻട്രസ്റ്റും പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈമും കൂടി ഉണ്ടെങ്കിൽ നമുക്കും ഇത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടാണ് ഞാൻ ആദ്യം ചെയ്യണേ. അത് 2 പീസായിട്ടാണ്. നെക്ക് അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടാണ് ചെസ്റ്റിൻ്റെ പോർഷൻ ഞാൻ സെപ്പറേറ്റാണ് ചെയ്യണേ. അത് ഗ്യാദേഴ്സ് വെച്ചാണ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നെക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പിൻ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നീങ്ങി പോകാണ്ടൊക്കെ ഇരിക്കും. ഇത് ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ലൊരു ടോപ്പാണിത്. നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയൊരു ടൈപ്പ് ടോപ്പാണ്. പിന്നെ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ടോപ്പ് ഇട്ടാൽ പെട്ടെന്ന് വയറൊന്നും അറിയില്ല. ഗ്യാദേഴ്സ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കാണാൻ രസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ബാക്ക് പാർട്ടാണ് ചെയ്യണത്. അത് ഞാൻ ലൈൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ നമ്മുടെ നെക്ക് നമ്മൾ ഫസ്റ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തേക്ക് ചെസ്റ്റിലേക്ക് വരുന്ന ഭാഗമാണ്. അത് ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഞാൻ പ്ലീറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ നൂല് പതുക്കെ ഇങ്ങനെ വലിച്ച് ശരിയാക്കുകയാണ് ചെയ്യണേ. അത് കഴിയുമ്പോൾ സ്ലീവ്സ് 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ താഴെ ഞാൻ അരിക് മടക്കി അടിച്ചിട്ട് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുക്കണേ. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടാലോ?